നമുക്ക് ശരിക്കും ഒരു ബോംബർ വിമാനമില്ല. അപ്പം ലോകത്ത് അമേരിക്കയ്ക്ക്, ബ്രിട്ടന്, ചൈനയ്ക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടനില്ല, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമേ ബോംബർ വിമാനങ്ങളുള്ളൂ. അപ്പം നമുക്ക് നേരത്തെ ബോംബർ വിമാനം വേണ്ട എന്നായിരുന്നു പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇപ്പോൾ എന്താ അങ്ങനെ മാറിയൊരു ചിന്ത വരാൻ കാരണം? അല്ല, ബോംബർ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വിമാനത്തിലും ബോംബിടാൻ പറ്റും. ബോംബർ വിമാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം വിമാനങ്ങളെല്ലാം ബോംബറുകളാണ് വേണമെങ്കിൽ. പക്ഷേ ഈ ഉദ്ദേശിക്കുന്ന ബോംബർ വിമാനം എന്ന് പറഞ്ഞാൽ ദീർഘദൂരം പറക്കാൻ പറ്റണം, വലിയ ഭാരം വഹിക്കാൻ പറ്റണം. ഇപ്പം നമ്മളറിയാമല്ലോ, ഫോർദോ തകർക്കാൻ വേണ്ടിയിട്ട് B-2 സ്പിരിറ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ ബോംബറുകൾ, സ്റ്റെൽത്ത് ബോംബറുകൾ പറന്നു ചെന്നു. 13,600 കിലോഗ്രാം വീതം ഭാരമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകളായിട്ടാണ് പറന്നത് ഓരോ വിമാനവും. അത്തരം ദീർഘദൂരം പറക്കാൻ പറ്റുന്ന ഭീമാകാരമായ ബോംബുകൾ വഹിക്കാൻ പറ്റുന്ന വിമാനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാശയക്കുഴപ്പമുണ്ടോ? നമ്മുടെ വിമാനങ്ങൾക്ക് ബോംബിടാൻ പറ്റും, ബോംബിടാനും മിസൈൽ അയക്കാനൊക്കെ പറ്റുന്ന വിമാനങ്ങളുണ്ട് നമുക്ക്. പക്ഷേ സ്പെസിഫിക്കേഷൻ ഇതാണ്, വളരെ ദീർഘദൂരം നിർത്താതെ പറക്കണം. മറ്റു രാജ്യത്ത് പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ എവിടെയും പറന്നെല്ലാം പറ്റണം. 37 മണിക്കൂറാണ് B-2 വിമാനങ്ങൾ പറന്നത്, ഇറാനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നത്. അത് ആകാശത്ത് വെച്ച് തന്നെ റിഫ്യൂവൽ ചെയ്ത് പറന്നു പോയിട്ടാണ് സ്പിരിറ്റ് ബോംബിട്ട് ഫോർദോ തകർത്തിട്ട് തിരിച്ചു വന്നത്. അത്തരം വിമാനങ്ങൾ റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ റഷ്യയുടെ പക്കലുള്ള Tu-160, അതായത് 12,300 കിലോമീറ്റർ ഒറ്റയടിക്ക് പറക്കാൻ പറ്റും. US-ൻ്റെയാണ് B-21, 10,000 കിലോമീറ്റർ ഒറ്റയടിക്ക് പറക്കാൻ പറ്റും. റീഫ്യൂവൽ ചെയ്താൽ അതിൻ്റെ ഇരട്ടി പറക്കാൻ പറ്റും. റീഫ്യൂവൽ ചെയ്യാതെ പറക്കാൻ പറ്റുന്നതാണ്. അതായത് അത്ര വെയിറ്റുമായിട്ട് പറക്കാം. ഇതിനകത്ത് 40 ടൺ Tu-160 എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഈ ബോംബർ വിമാനത്തിന് 40 ടൺ ആയുധങ്ങൾ വഹിക്കാൻ പറ്റും, 40 ടൺ ബോംബുകൾ വഹിക്കാൻ പറ്റും. ഈ B-21 എന്ന് പറഞ്ഞ റഷ്യയുടെ വിമാനത്തിന് വെറും 10 ടണ്ണേ വഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ബോംബർ വിമാനം വേണം, നമുക്കും ഒരു ബോംബർ വിമാനം വേണമെന്നുള്ള ആഗ്രഹം വരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രഖ്യാപിത ശത്രുക്കൾ ഒരുപക്ഷെ പാകിസ്ഥാൻ, ചൈന, ഇതിനപ്പുറത്ത് ശത്രുക്കളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് വേറെ ആരും ഇല്ലല്ലോ, പിന്നെന്തിനാണ് നമുക്ക് ബോംബർ? അങ്ങനെയല്ല, ഇന്ത്യ വികസിത രാജ്യം, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, ലോകത്തെ 4ാമത്തെ സമ്പത്ത് ശക്തിയാണ്. ശത്രുക്കളുടെ എണ്ണം കൂടും, നമ്മുടെ താല്പര്യങ്ങൾ കൂടും. നമുക്ക് ചിലപ്പം അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ചെയ്യുന്ന പോലെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചിലപ്പോൾ സൈനികമായി ഭാവിയിൽ ഇടപെടേണ്ടി വന്നേക്കാം. നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ബോംബർ വിമാനം വേണം. ഒരു ബോംബർ വിമാനമല്ല, ഇപ്പോൾ മോദി സർക്കാർ തീരുമാനിക്കുന്നത് നമുക്ക് 14 ബോംബർ വിമാനങ്ങൾ വേണം. അപ്പോൾ ഈ പറയുന്നത് പോലെ ദീർഘദൂരം പറക്കാൻ പറ്റണം. നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്ന ബോംബർ വിമാനത്തിൻ്റെ പേര് പുറത്തു വന്നിട്ട് അൽറ എന്നാണ് പേര്. ഈ അൽറ എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം, റഷ്യയിൽ നിന്ന് വാങ്ങുന്നതല്ല, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതല്ല, ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതല്ല, നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അൽറയ്ക്ക് 12,000 കിലോമീറ്റർ പറക്കാൻ പറ്റും ഒറ്റയടിക്ക്. അതായത് ഇന്ധനം നിറച്ച ഒറ്റപ്പൊക്കിൽ 12,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭൂഖണ്ഡം ഒഴികെ ലോകത്തിലെവിടെയും ഒറ്റ പറക്കലിലെത്താൻ പറ്റും. റീഫ്യൂവൽ ചെയ്താൽ, ഇടയ്ക്ക് വെച്ച് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചാൽ അമേരിക്കയിലും പോകും നമ്മുടെ ബോംബർ. അതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്ന അൽറയുടെ പ്രത്യേകത. ഈ അൽറയ്ക്ക് 10,000 കിലോമീറ്റർ പറക്കുമെന്ന് പറഞ്ഞപ്പോൾ 12 ടൺ ആയുധങ്ങൾ വഹിക്കാൻ പറ്റും. നോക്കൂ, അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അമേരിക്കയുടെ B-21 എന്ന് പറയുന്ന വിമാനത്തിന് 10,000 ബോംബറിന് 10,000 കിലോമീറ്ററേ പറക്കാൻ പറ്റുള്ളൂ, 10 ടൺ ആയുധമേ വഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അൽറ 12,000 കിലോമീറ്റർ പറക്കും, 12 ടൺ ആയുധം വഹിക്കും. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയുടെ പക്കലുള്ള B-21 കരുത്തുറ്റ മികവാർന്ന ബോംബറാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അത് മാത്രമല്ല, പക്ഷേ Tu-160 റഷ്യൻ വിമാനത്തെക്കാളും കപ്പാസിറ്റി കുറവാണ്. കാരണം അവർക്ക് 12,300 കിലോമീറ്റർ പറക്കാം, 300 കിലോമീറ്റർ റേഞ്ച് കൂടുതലുണ്ട്. ആയുധമാണ് 40 ടൺ വഹിക്കാൻ പറ്റും. അതിൻ്റെ 1/3 നമുക്ക് വഹിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ റഷ്യയാണ് സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ പക്കലുള്ള ബോംബറുകളെക്കാളും മികച്ച ബോംബറുകളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ മോഡലാക്കുന്നത് Tu-160 റഷ്യൻ വിമാനമായ റഷ്യൻ ബോംബറിൻ്റെ മാതൃകയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ മാതൃക അതാണ്. സാങ്കേതിക സഹായം നമ്മൾ ഫ്രാൻസിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഫ്രാൻസിൻ്റെ സഹായമുണ്ട്. അതായത് എയർ ഫ്രെയിം
പ്രൊപ്പൽഷൻ സംവിധാനം, ഏവിയോണിക്സ്, സ്റ്റെൽത്ത്, ഇതിനൊക്കെ നമ്മൾ ഫ്രാൻസിൻ്റെയും റഷ്യയുടെയും സഹായം തേടുന്നുണ്ട്. അപ്പോൾ റഷ്യ, ഫ്രാൻസ് ഇവരുടെ ടെക്നോളജി നമ്മൾ കടം വാങ്ങുന്നുണ്ട്. പിന്നെയുള്ളത് ഈ വിമാനത്തിന് 2 എഞ്ചിനുകളും 4 എഞ്ചിനുകളും ഉള്ള വിമാനങ്ങൾ 2 വർഷം വരുന്നുണ്ട്. 4 എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം പറക്കണ്ടേ, 12,000 കിലോമീറ്ററൊക്കെ പറക്കുമ്പോൾ 4 എഞ്ചിനുകളുള്ള വിമാനമാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന, നേരത്തെ ചിലരൊക്കെ പറഞ്ഞു ജി ജനറൽ ഇലക്ട്രിക്കൽസ് ഉണ്ടാക്കുന്ന എഞ്ചിനുണ്ടല്ലോ, അവരുടെ എഞ്ചിൻ ഉപയോഗിക്കാം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. കാരണം തേജസ് വിമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർ കുറേ പാര വെച്ചു. തേജസിൻ്റെ ഇപ്പോൾ ആദ്യ ബാച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, എഞ്ചിൻ ഇപ്പോൾ കിട്ടി. തേജസിൻ്റെ ഫസ്റ്റ് ബാച്ച് ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ച് എഞ്ചിൻ തന്നു. പക്ഷേ അവർ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ച് റഷ്യൻ എഞ്ചിനായ NK-32 ആണ് നമ്മളിപ്പം നമ്മുടെ അൾട്രയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല അതിന് 245 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കിട്ടുന്ന, കുതിപ്പ് കിട്ടുന്ന എഞ്ചിനാണ്, മികച്ച റഷ്യൻ എഞ്ചിനാണ്. അതിൻ്റെ കാര്യവും തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ഒരു 3 ടൈപ്പ് മിസൈലുകളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈല്, അഗ്നി 1P ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈല്, പിന്നെ ലേസർ ഗൈഡഡ് ബോംബുകൾ. ഇതാണ് നമ്മുടെ വിമാനങ്ങളിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ആൻറ്റി റേഡിയേഷൻ മിസൈലുണ്ട്, റഡാറുകളും മറ്റും തകർക്കുന്ന മിസൈൽ നമ്മുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അത് പിന്നെ ഈ ഭൂഖണ്ഡാന്തര അന്തർവാഹിനികളിൽ നിന്നും നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള നമുക്ക് വേണമെങ്കിൽ ആണവ പോർമുന ഘടിപ്പിച്ച മിസൈലുകൾ അയക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് യുദ്ധവിമാനത്തിൽ നിന്ന് ദീർഘദൂരം സഞ്ചരിച്ച് ഭൂഖണ്ഡാന്തര മിസൈലുകൾ അയക്കാനുള്ള സംവിധാനം കൂടി നമുക്ക് അൾട്ര വരുമ്പോഴത്തേക്ക് പറ്റും. അതായത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തേക്ക്, ഇപ്പോൾ നമ്മളൊരു വിമാനവാഹിനി കപ്പൽ നമ്മൾ പോകുന്നു, എയർക്രാഫ്റ്റ് കാരിയർ, അത് അപ്പോൾ ആർട്ടിക് ചെന്നാൽ ആർട്ടിക്കിൽ നിന്ന് തൊട്ടടുത്ത രാജ്യത്തേക്ക് വിമാനങ്ങൾ അയക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ അൾട്ര ലോകത്തിന് മുഴുവൻ 12,000 കിലോമീറ്റർ വരെ ഒറ്റ സ്ട്രെച്ചിന് പറക്കാൻ പറ്റുന്നതാണ് അൾട്ര. അപ്പോൾ 12,000 കിലോമീറ്റർ പറന്ന് ചെന്നിട്ട് അവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് മിസൈൽ അയച്ചാൽ നമ്മുടെ മിസൈലിൻ്റെ റേഞ്ച് പിന്നെയും കൂടും. അതെ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന 12,000 ലാഭമാണ്. 12,000 കിലോമീറ്റർ പോയിട്ട് അൾട്ര ഒരു മിസൈൽ അയച്ചാൽ മിസൈലിൻ്റെ റേഞ്ച് പിന്നെ 5,000 കിലോമീറ്റർ ആണെങ്കിൽ 17,000 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിസൈൽ അയക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ മാത്രമേ ഈ ആണവ ആക്രമണത്തിൽ നമുക്ക് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ പോലും വേണമെങ്കിൽ അൾട്രയിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ പൃഥ്വി പോലെയുള്ള ഷോർട്ട് റേഞ്ച്, ബ്രഹ്മോസ് പോലെയുള്ള മിസൈൽ ഇതെല്ലാം ഇതിനകത്ത് എല്ലാം അൾട്രയിൽ ഘടിപ്പിക്കും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഇത് ഈ B-2 സ്പിരിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലോകത്താകെ 21 വിമാനങ്ങളെ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് തന്നെ 10-30 വർഷം പഴക്കമുള്ളതാണ്. അതിൽ 2 സാങ്കേതിക കാരണങ്ങളെ തകർന്നു പോയിരുന്നു. ഒരെണ്ണം തകർന്നതല്ല, ഒരെണ്ണം കേടായി നന്നാക്കാൻ പറ്റാതെ വന്നു. നന്നാക്കാൻ വേണ്ടി വേണ്ട 10 മില്യണിലുള്ള ചിലവ് വരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്ക ചെയ്തത്, നമ്മൾ നേരത്തെ അത് വീഡിയോ ചെയ്തത്, അമേരിക്ക അത് കത്തിച്ച് കണ്ടി രഹസ്യം പുറത്താവരുത് വെച്ചിട്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ F-35 നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടിലും മഴയും വെയിലും കൊണ്ട് കിടന്നപ്പോൾ ഹാങ്കറിലേക്ക് പോലും മാറ്റാൻ സംഭവിച്ചില്ല. അതിൻ്റെ ടെക്നോളജി പുറത്ത് പോകുന്നുള്ള ഭയം കൊണ്ടാണ്. അതുപോലെയാണ് ഇത് അമേരിക്ക തന്നെയാണെങ്കിൽ പോലും ഈ വിമാനം അവിടെ കിടന്നപ്പോൾ ഇനി നന്നാക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ കത്തിച്ചു കളഞ്ഞ. അപ്പോൾ അതാണ് അത്ര സ്വകാര്യമായി രഹസ്യമായി സൂക്ഷിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു തന്നതല്ല, അമേരിക്കയ്ക്ക് 21 B-2 സ്പിരിറ്റേ ഉള്ളൂ. B-2 സ്പിരിറ്റ്. മറ്റ് ഇതിൻ്റെ B-21 എത്രയുണ്ടെന്ന് അറിയില്ല, ഒരുപാടുണ്ടാവാം. ഏതായാലും നമ്മളിപ്പോൾ ചെയ്തത് നമുക്കൊരു 14 എന്ന് പറയുന്നത്, എനിക്ക് ഒരു സ്ക്വാഡ്രൺ ഉണ്ടാക്കാനാണോ എന്ന സംശയമുണ്ട്. ഈ ബോംബർ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൺ എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉന്നം വെക്കുന്നു എന്നറിയില്ല. ഏതായാലും ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഒക്കെയാണ്, പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, പ്രോട്ടോടൈപ്പ് റെഡിയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായി അൾട്ര മാറുകയാണ്. അൾട്ര മാറുന്നു എന്നുള്ളത് നമുക്കൊരു വിമാനം കൂടി വരുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ലോകത്ത് എവിടെ പോയും, ഈ ഭൂഖണ്ഡത്തിൽ ഏത് ഭൂഖണ്ഡത്തിൽ പോയും, ഈ ഗ്ലോബിൽ എവിടെ പോയും ആക്രമിക്കാൻ ശേഷിയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ലോകത്ത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമുള്ള ഒരു ശേഷി, ഒരു കരുത്ത്, ഒരു സ്വാധീനം നമുക്ക്. അപ്പം ലോകത്ത് എവിടെ പോയാലും, ഇസ്രയേൽ പറയത്തില്ലേ ചിലപ്പം, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൈകൾ അവിടെ എത്തുമെന്ന്, അതവർ മൊസാദിനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ലോകത്തെ ഏതു രാജ്യത്തെയും ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശേഷി ഇന്ത്യൻ
എയർഫോഴ്സ് കൈവരിക്കുകയാണ്, ഇന്ത്യൻ ആർമി അതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. നമുക്കിപ്പം 7 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ പ്രതിരോധ ബജറ്റ്. ഇപ്പോൾ വരുന്ന ബജറ്റിലൊക്കെ ഈ അൽറ പ്രൊജക്റ്റൂടെ വരുമ്പോൾ ഈ നമ്മുടെ പ്രതിരോധ ബജറ്റിൽ ഗണ്യമായ ചിലപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെയൊക്കെ അധിക ചിലവ് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ ബജറ്റും ഇതനുസരിച്ച് ഉയരാൻ പോവുകയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്. അതോടുകൂടി നമ്മളൊരു ഗ്ലോബൽ പവർ എന്ന് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നമ്മളെ മാനിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ഉൾക്കിടലത്തോടെ ഓർമ്മിക്കാവുന്ന ഒരു രാജ്യമായി ഇന്ത്യ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറാൻ പോവുകയാണ്. അതാണ് അൽറ ഇന്ത്യയുടെ ആധിപത്യം ഈ ഭൂമിക്ക് മുകളിൽ, ഭൂമിയിൽ എല്ലായിടത്തും ഉറപ്പിക്കുന്ന ഒരു യുദ്ധവിമാനമായി മാറുന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയുടെ കൈകളിൽ നിന്ന് ഇനി ആർക്കും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.